കഴിഞ്ഞ വീഡിയോയിൽ പറയപ്പെട്ട രക്ഷാപഠനത്തെ, ആ രക്ഷാവിശ്വാസത്തെ വീണ്ടും പരിശോധിക്കുമ്പോൾ ദൈവം തൻ്റെ സ്വഭാവ സവിശേഷതയിൽ പലതിലും പരിപൂർണനല്ല എന്നും അതിൽ മുഖപക്ഷം കാണിക്കുന്നവനാണ് എന്നും ഈ രക്ഷാപഠനം പറയുന്നതായി സ്ഥാപിക്കുന്നതായി കാണാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമായ ക്ഷമയിലും ഇത് കാണുവാനായി കഴിയും. ആദാം മുഖാന്തരം പകരപ്പെട്ട പാപത്തിനും സകല പാപ പ്രവർത്തിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തൻ്റെ ക്ഷമയെ നൽകുമെന്ന് ഈ രക്ഷാപഠനം അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ദൈവം കുറച്ചു പേരെ തിരഞ്ഞെടുത്ത് മേൽപ്പറഞ്ഞ അവരുടെ പാപത്തിന് ക്ഷമയെ നൽകി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കിയുള്ളവർക്ക് അവരുടെ പാപത്തിന് ക്ഷമയെ നൽകാതെ നരകത്തിലേക്ക് തള്ളുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവം തൻ്റെ ആ ക്ഷമയിൽ പരിപൂർണനല്ല എന്ന് വരുന്നു. മാത്രമല്ല, ദൈവം തൻ്റെ ആ ക്ഷമയിൽ മുഖപക്ഷം കാണിക്കുന്നവനാണ് എന്നും വരുന്നു. ഇത് ദൈവത്തിൻ്റെ ക്ഷമയുടെ പരിപൂർണതയെ കാണിക്കുന്ന, ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നുള്ള വാക്യമായ സങ്കീർത്തനം 103:8 സങ്കീർത്തനം 145:8 എതിരാണ്. അതേപോലെ ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് പക്ഷഭേദമില്ല എന്നും ദൈവം പരിപൂർണനാണ് എന്നും മുൻപ് പറഞ്ഞ ബൈബിൾ വാക്യത്തിനും എതിരാണ്. അതേപോലെ ഒരു വശത്ത് ദൈവം തൻ്റെ സൃഷ്ടികളായ ഒരു വിഭാഗം മനുഷ്യർക്ക് ക്ഷമയെ നൽകുമ്പോൾ, മറുവശത്ത് തൻ്റെ സൃഷ്ടികളായ മറ്റൊരു വിഭാഗം മനുഷ്യർക്ക് ക്ഷമയെ നൽകാതെ അവരെ നരകത്തിന് തുല്യമായ യാതനാ സ്ഥലത്തേക്ക് തള്ളുന്നു. അവിടെ നിന്ന് ദൈവം അവരെ ജീവിപ്പിച്ച് ന്യായം വിധിച്ചുകൊണ്ട് യഥാർത്ഥ നരകത്തിലേക്ക് തള്ളി തൻ്റെ ആ കോപത്തിൽ തുടർന്നുകൊണ്ട് തൻ്റെ ആ ക്രൂരതയെ ദൈവം കാണിക്കുന്നു. ഇങ്ങനെ ദൈവത്തെ ഒരു ക്രൂരനായി ഈ രക്ഷാപഠനം പ്രസ്താവിക്കുന്നു, ഈ രക്ഷാപഠനം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കുന്നു. ഇത് ദൈവം തൻ്റെ കോപം എന്നേക്കും വെച്ചുകൊള്ളുന്നില്ല എന്നും ദൈവം തൻ്റെ കോപം സംഗ്രഹിക്കുന്നില്ല എന്നുമുള്ള വാക്യങ്ങളായ മീക 7:18 സങ്കീർത്തനം 103:9 എതിരാണ്, വിപരീതമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഈ രക്ഷാപഠനത്തിന് എതിരായുള്ള ചോദ്യം, ദൈവം ഒരു വിഭാഗം ആളുകൾക്ക് തൻ്റെ ആ ക്ഷമയെ നൽകുന്നു, മറ്റൊരു വിഭാഗം ആളുകൾക്ക് തൻ്റെ ആ ക്ഷമയെ നൽകാതെ നരകത്തിലേക്ക് തള്ളുന്നു. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയും ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നും ദൈവം തൻ്റെ ആ കോപം എന്നേക്കും വെച്ച് കൊള്ളുന്നില്ല എന്നുമുള്ള ദൈവവചനങ്ങളും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? ദൈവത്തെ എന്തിന് ഒരു ക്രൂരനായി ചിത്രീകരിക്കുന്നു, പ്രസ്താവിക്കുന്നു? എന്ത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിശ്വസിക്കുന്നത്? എന്ത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷകർ, ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്?